നമ്മുടെ ഇന്നത്തെ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലെ വിഷയാധിഷ്ഠിത മീറ്റിംഗ് ആരംഭിക്കുകയാണ്. 12 പടികൾ. അതിൽ സ്റ്റെപ്പ് 1 തമ്പിച്ചേട്ടൻ ന്യൂഡൽഹി വഴിത്തിരിവ്, സ്റ്റെപ്പ് 1 വഴിത്തിരിവ് തമ്പിച്ചേട്ടൻ ന്യൂഡൽഹി നമ്മളോട് വിശദീകരിച്ച് സംസാരിക്കുന്നു. തമ്പിച്ചേട്ടനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തമ്പിച്ചേട്ട, നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. താങ്ക് യു രാജേഷ്, താങ്ക് യു ഫോർ യുവർ സർവീസ്. എന്റെ പേര് തമ്പി, ഞാനൊരു ആൽക്കഹോളിക്, ഒരു അംഗമാണ്. ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. ഒത്തിരി സന്തോഷം നിങ്ങളോടൊപ്പം മീറ്റിംഗിലായിരിക്കാൻ സാധിക്കുന്നതിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവും സന്തോഷവും നമസ്കാരം എല്ലാം അറിയിക്കുന്നു. ഇത് ഈ 5ാമത്തെ വ്യാഴാഴ്ചയാണ് ഞാൻ ഈ ഗ്രൂപ്പില് 1ാമത്തെ പടിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റേഷനൊക്കെ വരും. അതിനകത്ത് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു വിരസത വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ലാതെ മാർഗമില്ല. പക്ഷെ ഞാൻ ഈ ജനുവരിയിൽ 1ാമത്തെ പടിയെ കുറിച്ച് തന്നെ സംസാരിക്കണം. ഓരോ മാസത്തിൽ ഇനി എപ്പോഴൊക്കെയും സംസാരിക്കാനായിട്ട് ഈ ഗ്രൂപ്പിൽ സാഹചര്യം കിട്ടിയ ഓരോ മാസം, അതായത് 12 മാസം കൊണ്ട് ഒരു വർഷത്തിനകത്ത് 12 പടികളെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ ഗ്രൂപ്പ് തീരുമാനിക്കുന്നവര് ചെയ്യാന്നുള്ളൂ. എനിവേ, ഇന്ന് നമ്മൾ 1ാമത്തെ പടിയുടെ ഒരു വഴിത്തിരിവ് എന്നുള്ളൊരു ഭാഗത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് ഒരേ ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത്. അതിന് വളരെ പ്രധാനമുള്ളതുകൊണ്ടാണ് ഒരു ടോപ്പിക്കിൽ അത് ബൈ ചാൻസ് തിരിഞ്ഞു വന്നൊരു ടോപ്പിക്കായിട്ടാണ്. ഞാൻ രാമേട്ടനായിട്ട് സംസാരിച്ചപ്പോ എന്താ ടോപ്പിക് ഇനി രണ്ടാഴ്ച 1ാമത്തെ പടി എടുത്തതിന് ശേഷം അപ്പൊ ഒരു യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ പോകുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. അപ്പൊ അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ വ്യാഴാഴ്ച കൊണ്ട് അത് തീർക്കാം നമുക്ക്. സോ നമ്മളുടെ 1ാമത്തെ പടി എല്ലാവർക്കും അറിയാം. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണെന്ന് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ സമ്മതിച്ചു, അനിയന്ത്രിതമായി പോയി. അതാണ് നമ്മുടെ 1ാമത്തെ പടി. ഈ പരാജയം അംഗീകരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പല റിസർച്ചും കാര്യങ്ങളും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് നടന്നെങ്കിൽ അവസാനം നമ്മുടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഈ തുടക്കകാലത്ത് സഹായിച്ച ഡോക്ടേഴ്സ്, ഡോക്ടർ കാൾ ജുങ്, ഡോക്ടർ സിൽക്വർത്ത്, അവരെല്ലാം പറ്റിയത് ഇതിന് യാതൊരു വിധത്തിലുള്ളൊരു പരിഹാരമില്ല. മെഡിക്കൽ സയൻസിനോ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിനോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അതിനകത്ത് ഏക സൊല്യൂഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഇതിനെ ഈ സത്യത്തെ അംഗീകരിക്കുക. ഒരു മദ്യപാനി സത്യസന്ധമായിട്ട് ഇതിനെ അംഗീകരിച്ചാൽ ഒരു രക്ഷപ്പെടാം. അപ്പൊ അതിനോടനുബന്ധിച്ച് ആ സത്യത്തെ അംഗീകരിക്കണമെങ്കിൽ അതൊരു ആത്മീയതയിൽ കൂടി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവത്തിൽ കൂടി സാധിക്കും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് സത്യസന്ധമായിട്ട് അംഗീകരിക്കുന്നതിൽ കൂടി കുറച്ച് ആളുകൾ അവിടെ ഇവിടെയുമായിട്ടൊക്കെ റിക്കവറിയിൽ വന്നായിട്ട് വില്യം ജെയിംസിന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്നുള്ള ബുക്കിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളതും അറിയാവുന്നതാണ്. നമ്മുടെ ബിഗ് ബുക്കിൽ അദ്ദേഹത്തിന്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതിനൊരു വളരെ കുറച്ചായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ബില്ലിന്റെ കഥയിലായിരിക്കണത്. ഇൻ ഫ്യൂ എക്സെപ്ഷൻസ്. അതെ, കാൾ ജൂങ് പറയുന്ന, അദ്ദേഹത്തിന്റെ റോളണ്ട് എച്ചിനോട് പറയുന്ന ഒരു സമയത്താണ് പറയുന്നത്. ഇൻ ഫ്യൂ എക്സെപ്ഷൻ ഞാൻ ചിലരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചില ആളുകൾ അവിടെ ഇവിടെ ഒരു ആധ്യാത്മികമായ അനുഭവത്തിലൂടെ റിക്കവറിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ ആധ്യാത്മിക അനുഭവത്തിൽ കൂടി ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ, വളരെ വലിയൊരു റവല്യൂഷനാണ് ആൽക്കോളിക്സ് അനോണിമസിലെ ബിൽ വിൽസണും എബി താച്ചറും അതിനുശേഷമുള്ള പരമ്പര. അപ്പൊ ഇവിടെ ആ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഡോക്ടർ സിൽക്വർത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത്? ദറ്റ് ഈസ് എ മോറൽ സൈക്കോളജി. ആ മോറൽ സൈക്കോളജി, ധാർമ്മിക മനഃശാസ്ത്രം എന്താണ്? ധാർമ്മികമായിട്ടുള്ള മനഃശാസ്ത്രം അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്, സത്യത്തെ അംഗീകരിക്കുക, സത്യസന്ധമായിട്ട് സത്യത്തെ അംഗീകരിക്കുക. ഹോണസ്റ്റ്ലി അഡ്മിറ്റിംഗ് ഐ ആം പവർലെസ് ഓവർ ആൽക്കഹോൾ, ഹോണസ്റ്റ്ലി അഡ്മിറ്റിംഗ് മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ,
ദാറ്റ് ഈസ് ഇറ്റ്. ഒന്നാമത്തെ പടി ഇതാണ്. നമ്മൾ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് എത്ര പേരുണ്ടെങ്കിലും അത്രയും പേര് ചെയ്തിരിക്കുന്നു. ആ രീതിയിൽ ഇതിനെ അഡ്മിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളും പിന്നീട് പരാജയം അറിയില്ല. കാരണം പിന്നീട് അദ്ദേഹത്തിന്റെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കറിയാം ഈ ഒരു അനുഭവം, അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്, അക്സെപ്റ്റൻസ്. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും എന്തെല്ലാം കാര്യങ്ങളുടെ ഒക്കെ നേരിട്ട് മദ്യത്തിൽ നിന്നുള്ള മോചനത്തിന് ശേഷമുള്ള ഒരു ലൈഫ് പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതുണ്ട്. മുമ്പ് മദ്യപാനിച്ച് എല്ലാത്തിനും പരിഹാരം കണ്ടിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് ഒരു ദിവസം മദ്യപാനം നിർത്തിയതിനു ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു തരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമ്മളെ കൂട്ടായ്മ സഹായിക്കുന്നുണ്ട്. ഒരു സ്പോൺസർ അന്നേരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കണം. പക്ഷെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇതിനകത്ത് ഒരു പങ്കുണ്ട്. ആ പങ്ക് എന്താണ്? സിംപ്ലി അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്. മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. ചിലപ്പോൾ നമ്മൾ ആശുപത്രിയുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ കോടതിയുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ ബാങ്കിലായിരിക്കും നിൽക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാൻ എന്ത് ചെയ്യും? തരിച്ചു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി പേരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഈ തുടക്കത്തിലൊക്കെ വരുന്ന സമയത്ത്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇത്രയോ നമുക്ക് ചെയ്യാനുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, അഡ്മിറ്റ് ദ ട്രൂത്ത്. സത്യത്തെ അംഗീകരിക്കുക. ആ സത്യസന്ധമായിട്ടുള്ള അംഗീകരിക്കലിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് ഐ ഓൾസോ ഡിഡ് മിസ്റ്റേക്സ്. ഞാനും എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ എന്റെ സാഹചര്യത്തിന്, ഇന്ന് ഈ ജീവിതം ഈ രീതിയിൽ എത്തിയ അതിനെ അഡ്മിറ്റ് ചെയ്താൽ മതി. ഐ എം പവർലെസ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒറ്റ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അതല്ലാതെ എന്റെ സ്വാർത്ഥതയിലോ എന്റെ തന്നിഷ്ടത്തിലോ എന്റെ സെൽഫിൽ എന്ന് പറയുന്ന തന്നിഷ്ടത്തിലോ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പരാജയത്തിലേക്ക് തന്നെ പോകുള്ളൂ. സോ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമുക്ക് കൂട്ടായ്മയോട് ചേർന്ന് നിന്നാലേ പറ്റുള്ളൂ. നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം. പുസ്തകം നമ്മുടെ ഈ വചനങ്ങളാണ്, ബിഗ് ബുക്ക് വചനങ്ങളാണ്. ആ വചനങ്ങളെ നമ്മൾ അറിഞ്ഞ് പഠിച്ചിരിക്കണം. പിന്നീട് നമുക്കൊരു പ്രശ്നം വരത്തില്ല. എന്തിനേയും നേരിടാനുള്ള ശക്തി, പരിഹാരം എന്താന്നുള്ളത് നോബഡി നോസ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് നോബഡി നോസ്. ബട്ട് ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, നമുക്ക് അതിനെ നേരിടാനുള്ള ശക്തി കിട്ടും. അതാണ് നമ്മുടെ 9ാമത്തെ പടിയിൽ വരുമ്പോഴുള്ള നമ്മുടെ വാഗ്ദാനങ്ങൾ. സുബോധം എന്തെന്ന് നമ്മൾ അറിയും, പുതിയൊരു സ്വാതന്ത്ര്യം നമ്മൾ അറിയും. ഇതൊക്കെ അറിയണമെങ്കിൽ എപ്പോഴാണ്? ഈ തുടക്കത്തിലെ 1ാമത്തെ പടി നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ സ്വീകരിച്ചാൽ മാത്രമാണ് ഈ 2ാമത്തെ പടിയും 9ാമത്തെ പടിയിൽ എത്തുമ്പോഴുള്ള പ്രോമിസസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. സോ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ അതിനെ കണ്ടിന്യൂ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളില്ലാത്തവരാരും ഏതിൽ വരുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഈ പരാജയം സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്കില് 22ാമത്തെ പേജിൽ ഈ പരാജയത്തെ കുറിച്ച് നല്ലൊരു ഇത് എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു പോകാം. ആർക്കെങ്കിലും താല്പര്യം ബുക്കുകൾ നോക്കിപ്പോയാൽ 22ാമത്തെ പേജിൽ പറയുന്നുണ്ട്, പരാജയം അംഗീകരിക്കാൻ ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ഭൂരിഭാഗം പേരും പ്രതിഷേധിച്ചു. ആരാണ് പരാജയം സമ്മതിക്കാനായിട്ട്? കാരണം ഭയങ്കര യുദ്ധത്തിൽ വലിയ വീരന്മാരെ പോലെ ഒന്നും എന്നാണ് വീരാളി പട്ടുകൊടുത്ത് നിൽക്കുന്ന മദ്യപാനിയാണ്. അവനോട് പരാജയം സമ്മതിക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ? ഞാൻ എന്റെ ഭാഗം എപ്പോഴും ഞാൻ ന്യായീകരിച്ച് ജസ്റ്റിഫൈ ചെയ്ത് ഡിനൈ ചെയ്ത് ഏതെല്ലാം വാക്കുകളുണ്ടോ എല്ലാം നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ഒരാളോട് പരാജയം സമ്മതിക്കാനായിട്ട് പറഞ്ഞാൽ നോബഡി നോ. ഞങ്ങൾ എയെ സംബന്ധിച്ച് ആത്മവിശ്വാസം പഠിപ്പിക്കുന്ന പ്രതീക്ഷയിലാണ്. നമ്മൾ എയിലേക്ക് വരുമെന്നാണ് എനിക്ക് ഇതിനകത്ത് വിൽ പവർ കിട്ടും. എന്തിനാ നേരിടാനുള്ള ഒരു ശക്തി എനിക്ക് ഇവിടെ കിട്ടും, വിൽ പവർ. അപ്പോൾ ഞങ്ങൾ പറയും മദ്യത്തെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം. ഇവിടെ പറയാണ് മദ്യത്തിന്റെ കാര്യത്തിൽ പക്ഷേ ഒരു വിൽ പവറും ഇല്ല ഒരു മദ്യപാനിക്കും. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവമില്ല. ഒരു കാരണവശാലും ആ ഒരു മനസ്സിൽ നിന്നൊക്കെ മാറ്റിക്കളയ. വിൽ പവർ അല്ല ആൽക്കഹോളിക്സ് അനോണിമസ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ അതൊരു പരിപൂർണ ബാധ്യതയാണെന്നുമാണ്. അപ്പൊ ഈ വിൽ പവറിനെ ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണമായിട്ടുള്ള ജീവിതത്തിൽ ആ വിൽ പവർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛയാണ് വിൽ പവർ അല്ലെ. എന്റെ തന്നിഷ്ടം വിൽ പവറിന്റെ ഒരു മറ്റൊരു മറുഭാഗമാണ് സ്വേച്ഛയിൽ. കാരണം എന്റെ ഇച്ഛയിൽ ജീവിക്കുന്നത് അതൊരു ബാധ്യതയായിട്ട് മാറുകയാണ്. അത് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലായി വരും. കാരണം മദ്യത്തിന്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തു വന്നാലല്ലേ നമുക്ക് ഇതെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പൊ മദ്യത്തിൽ നിന്ന് കെട്ടുപാട് വരണമെങ്കിൽ നമുക്ക് ഈ 1ാമത്തെ പടിയില് ഐ ഹാവ് ടു അഡ്മിറ്റ് ദ ഡിഫീറ്റ്. ഞാനൊരു പരാജയമാണെന്ന് സമ്മതിക്കാൻ.
വലിയ പാടായിട്ടാണ് എല്ലാവർക്കും. പക്ഷെ എന്താ എപ്പോഴാ സാധിച്ചത്? ഒരു മീറ്റിംഗിൽ ഇരുന്നപ്പോ എന്നെ പോലെയുള്ള ഓരോരുത്തരുടെ ഷെയറിങ് കേട്ടപ്പോൾ അവരെല്ലാവരും ഇതേ ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഒന്നാമത്തെ പടിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇല്ല. ഒന്നാമത്തെ പടി എല്ലാവരും ഒരേ കാര്യം ചെയ്ത. വി ഓൾ അഡ്മിറ്റഡ് ദ ഡിഫീറ്റ്. വി അഡ്മിറ്റഡ് വി ആർ പവർലെസ് ഓർ ആൽക്കഹോൾ. അവിടെ ഒരു ഡിഫീറ്റ് എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഫാക്ട് അതല്ലേ. ആൻഡ് അഗൈൻ അതിന്റെ ഒരു വേറൊരു വശം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ടു ഹൂം ഐ അഡ്മിറ്റഡ്, എന്റെ ഭാര്യയുടെ മുമ്പിലാണ് ഐ അഡ്മിറ്റഡ് മൈ ഡിഫീറ്റ്. നോ, എന്റെ ജോലി സ്ഥലത്ത് എന്റെ ഓഫീസേഴ്സിന്റെ മുമ്പിലാണ്. സോ ഐ എം പവർലെസ് ഓർ ആൽക്കഹോൾ. സോ നോ. എന്റെ സ്വന്തം കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. യെസ്, ടു ഹും ഐ അഡ്മിറ്റഡ്. ദൈവം എന്നുള്ളൊരു ശക്തിയിൽ, ആ ശക്തിയുടെ മുമ്പിൽ നിന്നിട്ടാണ് പറയുന്നത്, ഐ എം പവർലെസ്, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണേ. ദാറ്റ് വാസ് കംപ്ലീറ്റ് 100%. പിന്നീട് ഞാൻ കുടിച്ചില്ല. അതിനു മുമ്പുള്ള 3.5 മാസത്തോളം ഞാൻ എയിൽ വന്നതിന് ശേഷം അപ്പ് ആൻഡ് ഡൗൺ 10 ദിവസം 15 ദിവസം കുടിക്കായിരുന്നു. പിന്നെ കുടിച്ചു, പിന്നെ ഒരാഴ്ച കുടിച്ചുകൊണ്ടിരുന്നു, പിന്നെ വീണ്ടും വന്നു. ബട്ട് ദ ഡേ ഞാൻ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയപ്പോ പിന്നീട് ഞാൻ കുടിച്ചിട്ടില്ല. ദാറ്റ് ഒബ്സഷൻ ലിഫ്റ്റഡ് സഡൻ. ഇറ്റ് വാസ് സഡൻ. സഡൻ എന്നുള്ളത് മനസ്സിലായപ്പോഴാണ്, കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ്. കാരണം മദ്യത്തെ കുറിച്ചുള്ള ചിന്ത പോലെ എന്റെ മനസ്സിൽ വരുന്നില്ല. there is no plan. ഒരു പ്ലാനും ഇല്ല. അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കുടിക്കണം എന്നുള്ളത്. ദാറ്റ് വാസ് ഇറ്റ്. അത് എന്റെ കഴിവുകൊണ്ട് സാധിച്ച? നോ, ഇംപോസിബിൾ. ഇത്രയും വർഷം ഞാൻ ശ്രമിച്ചിട്ടോ ആഗ്രഹിക്കാതിരുന്നിട്ടൊന്നുമില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കുടിയൊന്ന് കുറയ്ക്കണമെന്നൊക്കെ. ഒത്തിരി പ്രാവശ്യം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ഒരുപാട് നാണക്കേടും മറ്റും നമ്മൾ ചെയ്യാൻ പോലും ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങളിലൊക്കെ ചെന്ന് ചാടുകയൊക്കെ ചെയ്തതിനു ശേഷമുള്ള രാവിലെ എണീറ്റിട്ടുള്ള കുറ്റബോധം, നാണക്കേട്, തന്നെത്താൻ തന്നോട് തന്നെ തോന്നുന്നു നാണക്കേടിൽ നിന്ന് തോന്നുന്നു ഇതൊന്നും കുറച്ച് പോക്ക് പോയാൽ ശരിയാവില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഹിയർ ഇൻ സ്റ്റെപ്പ് 1 ഇതിനെ ഈ രീതിയിൽ കണ്ടപ്പോ എനിക്കത് വളരെ, കാരണം അതിനുശേഷം ഞാൻ പറയാലോ, എനിക്ക് ആ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഇന്നു വരെ എന്റെ മനസ്സിലേക്ക് ഒരിക്കൽ പോലും മദ്യം കുടിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടില്ല. ബാറുകളിൽ ഞാൻ ചില കൂട്ടുകാരോടൊക്കെ ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ബാറുകളിൽ പോലും സംസാരിക്കുന്ന വന്നിട്ടുണ്ട്. പലപ്പോഴും മദ്യഷോപ്പുകളിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിലൊക്കെ വരുമ്പോ ഇവിടെ ഡൽഹിയിലായിരുന്നല്ലോ, അപ്പൊ ഇവിടെ മദ്യത്തിനൊക്കെ വിലക്കുറവ്. അന്നേരം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് 3-4 ബോട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് നാട്ടിൽ വരാറുണ്ട്. എന്റെ റിലേഷനിലൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ അളിയും കുടിക്കുന്ന ആളായിരുന്നു. പുള്ളി ഇടയ്ക്ക് വരുമ്പോ പിന്നെ കടയിൽ പോയി എനിക്ക് മേടിക്കാൻ പറ്റാത്ത കാരണം ഇവിടെ നിന്നൊക്കെ വിലയും കുറവുണ്ട്, അവിടെ മേടിക്കാനും പോകണ്ട. അപ്പൊ അത് കാരണം പുള്ളി 4 അടിച്ചിട്ട് അവിടെ ബാക്കി വെച്ചേക്കും. പിന്നെ ഉള്ളപ്പോൾ പറ്റുമ്പോൾ പുള്ളി ചിലപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ പുള്ളി എടുത്തും തങ്ങും. ഇത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലെന്തെങ്കിലും ജോലിക്ക് വല്ല ജോലിക്കാരെ വീട്ടിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ അത്ര ഇല്ലാന്നല്ലോ. മുമ്പൊക്കെ ഒരു 10-15 വർഷം മുമ്പ് ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വരത്തില്ല. വെള്ളമടി ഉണ്ടെങ്കിൽ മേസനാണെങ്കിലും പ്ലംബർ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലും വരും, അല്ലെങ്കിൽ ആരും വരത്തില്ല. ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും മേടിച്ചു. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ആൽക്കഹോളിക് ആണെന്ന് ഓർക്കണം. ഐ മീൻ ആൽക്കഹോളിക്, ബട്ട് ഐ ഡോണ്ട് ഹാവ് എൻ ഏർജ് ടു ഡ്രിങ്ക്. ചിന്തയിൽ പോലും ഇല്ല. സോ ഈ രീതിയിൽ പോയപ്പോ ഇതിനെ ഈ രീതിയിൽ തന്നെ എനിക്ക് എടുക്കാൻ സാധിച്ചപ്പോ എന്റെ ജീവിതത്തിൽ അത് ഒരുപാട് പ്രയോജനം ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇന്ന് സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റൻസ്, ആ കാര്യങ്ങൾ എന്നാണല്ലോ ഒന്നാമത്തെ പടി. ഐ അക്സെപ്റ്റഡ് മൈസെൽഫ്, ഐ ആം പവർലെസ്. അത് ജീവിതത്തിൽ, കാരണം പിന്നീട് ഈ യുദ്ധം വേണ്ടി വന്നില്ല. മദ്യത്തോടുള്ള യുദ്ധമാണല്ലോ തീരുന്നത് ഇവിടെ വെച്ചിട്ട്. മറ്റു വ്യക്തികളുടെ കാര്യങ്ങളിലും പലപ്പോഴും പല വ്യക്തികളും നമ്മുടെ ജീവിതത്തില് ജീവിതത്തിൽ പോലും പലപ്പോഴും നമുക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ചില അംഗങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അവരുടെ അറിവ് എന്തായാലും അതിനൊന്നല്ല, പക്ഷെ നമുക്ക് പ്രകോപനം തോന്നും, നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. വളരെ മുമ്പ് ഇടയ്ക്കൊക്കെ റിയാക്ട് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം ഞാൻ ഡിസ്റ്റർബ് ആവുന്നത് ഞാനാണ്. സോ ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം ആ ഒരു ഇതിന് നിൽക്കത്തില്ല. ഐ അക്സെപ്റ്റ് ദിസ് മാൻ ഹൂവർ ഇറ്റ് ഈസ്. ആരായാലും അവരെ ആ രീതിയിൽ ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കും.
അപ്പൊ തന്നെ ആ പ്രശ്നം തീർന്നു. കാരണം ഐ ആം പവർലെസ് ഓവർ ദിസ് ഫെലോ. ഈ വ്യക്തിയുടെ മേലെ ഞാൻ ശക്തിഹീനാണ്, ഞാൻ പിന്നെ എന്തിനാ അദ്ദേഹത്തിന് എന്റെ തല കയറ്റി വെക്കണം, എന്നിട്ട് 2-3 ദിവസം ഉറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടന്ന് തലയിൽ ഇങ്ങനെ ചെന്നിരുന്നോ. എനിക്ക് സമയമില്ല. ഒരാൾ പോലും തല ചുവന്നുകൊണ്ട് നടക്കത്തില്ല, ആരായാൽ പോലും. വേറെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി. മുമ്പൊക്കെ ഒരു കാർ ഓടിച്ചു പോകുമ്പോ ആരെങ്കിലും ഒന്ന് കാറൊന്നും നമ്മുടെ മുമ്പിലൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയാൽ പോലും നമുക്ക് പെട്ടെന്ന് കുറെ നേരത്തേക്കെങ്കിലും ഡിസ്റ്റർബ് ആവും. എന്നാലും ചിലപ്പോ ചില പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അന്നേരം നമുക്കൊന്ന് ഇത്രയും ഇതായോ, നമ്മൾ വേണമെന്ന് തപ്പിക്കാൻ ചിലപ്പോൾ നമ്മളൊന്നോട് ഓവർടേക്ക് ചെയ്ത് പോകും. യു സീ ദാറ്റ് ഫൂളിഷ്നെസ്, അട്ടർ ഫൂളിഷ്നെസ്. ഈ അഡ്മിറ്റിംഗ് ദ ഡിഫീറ്റ് എന്നുള്ള ഒരു കാര്യത്തെ, അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ദ പീപ്പിൾ ആസ് ദെയർ എന്നുള്ളതിന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ആസ് ആൻ ആൽക്കഹോളിക്, ഇത് എല്ലാവരുടെയും കാര്യം ആവണമെന്നില്ല. വി ആൽക്കഹോളിക്സ്, നമ്മൾ ആൽക്കഹോളിക്സ് പെട്ടെന്ന് ഡിസ്റ്റർബ് ആവുന്ന ഒരു സമൂഹമാണ്. പെട്ടെന്ന് ഡിസ്റ്റർബ് ആവുന്ന മാത്രമാണോ, അതിനുശേഷം ചിലപ്പോ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ ചില വ്യക്തികളെ നമ്മുടെ തലയിൽ ചുമന്നു കൊടുക്കും, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന്. പക്ഷെ ഇവിടെ നമുക്കൊരു മന്ത്രമാണിത്. പ്ലീസ് ഇതിന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം ഒരു സുഗമമല്ല. സോ സ്റ്റെപ്പ് 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. എല്ലാ പടികളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അടുത്ത മാസം ചിലപ്പോ ഞാൻ ഇവിടെ 2ാമത്തെ പടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ബട്ട് ഈ 1ാമത്തെ പടി നമ്മൾ നന്നായിട്ട് എടുത്തു പോയാൽ മാത്രമാണ് മുമ്പോട്ടുള്ള ഓരോ പടികളും നമുക്ക് മുമ്പോട്ട് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന്റെ കണ്ടിന്യൂഷനിൽ അതേ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ എത്ര തന്നെ ഇച്ഛാശക്തിയും തകർക്കാനാവാത്ത അതിസൂക്ഷ്മ ഒരു മാനസിക വഴിപാതയുടെ ഇരകളാണ് നമ്മളെന്ന് നമ്മുടെ സ്പോർട്സ്മാർ പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? കാരണം അത് അനുഭവത്തിലാണ് പറയുന്നത്, നമ്മൾ ഇരകളാണ്. അപ്പൊ ആ ഇരകളായിട്ടുള്ള ഇങ്ങനെയുള്ള ചിന്തകളിൽ ഒരിക്കലും തെറ്റ് സമ്മതിക്കാതെ, പരാജയം സമ്മതിക്കാതെ, തന്റെ തന്നിഷ്ടത്തിൽ, സന്നിഷ്ടമെന്നല്ല സ്വേച്ഛയില്, സന്നിഷ്ടം തന്നെയാണ് തോന്നുന്നു സ്വേച്ഛ, സെൽഫ് വില്ലില് ആശ്രയിച്ചിരിക്കുന്ന ജീവിച്ച നമ്മള് അതിന്റെ ഇരകളാണെന്ന്, ഒഴിയാബാധകളുടെ, ഈ മാനസികമായിട്ടുള്ള ഒഴിയാബാധകളുടെ ഇരകളാണ് നമ്മളെന്ന് സ്പോർട്സ്മാർക്ക്. പരസഹായമില്ലാതെ ഇച്ഛയാൽ പ്രേരണകളെ വ്യക്തിപരമായി കീഴടക്കാമെന്നൊരു സംഗതി ഇല്ലെന്നാണ് അവർ പറയുന്നത്. സോ ഇവിടെ സഹായം കൂടാതെ നമുക്ക് ഇതിന് സാധിക്കത്തില്ല. ആ സഹായം കിട്ടുന്ന നമ്മുടെ കൂട്ടായ്മയാണ്. വി നീഡ് എ സ്പോൺസർ ടു ഗൈഡ്. ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പൊ പറയുന്നില്ലേ, സ്പോൺസർ പറയുന്നതാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത്. ഈ നമ്മൾ ഒഴിയാബാധകളുടെ ഇരകളാണെന്ന് ഞങ്ങളെന്ന് നമ്മുടെ സ്പോൺസർ പ്രഖ്യാപിച്ചു. നമ്മുടെ സ്പോൺസറോടും അദ്ദേഹത്തിന്റെ സ്പോൺസറും പറഞ്ഞ കാര്യമാണ്. ആ സ്പോൺസറോടും അദ്ദേഹത്തിന്റെ സ്പോൺസറും പറഞ്ഞതാണിത്. സോ വി ആർ പാസിംഗ് ദിസ് മെസ്സേജ്. നമ്മളിത് മറ്റുള്ളവരിലേക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ദാറ്റ്സ് അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ അതൊരു നമ്മളിൽ നിന്നൊരു സന്നദ്ധത, മനസ്സിലായില്ലേ? ഈ അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ശക്തിഹീനതയെ അംഗീകരിക്കുന്നതിൽ കൂടി നമ്മൾ കൂടി ഒരു പുതിയൊരു ജീവിത രീതി, പുതിയൊരു ചിന്താ രീതി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. തീർച്ചയായിട്ടും വരും. എഗെയിൻ മനുഷ്യനാണ് നമ്മൾ. ചിലപ്പോൾ സംടൈംസ് നമ്മൾ വീണ്ടും കാരണം മദ്യം അത്രയ്ക്ക് അടുത്ത 5ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ല, അത്രയ്ക്ക് സൂത്രശാലിയാണ്, അത്രയ്ക്ക് തന്ത്രശാലിയാണ്, അത്രയ്ക്ക് നമ്മളെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, അത്രയ്ക്ക് നമ്മളിലെ ഉള്ളുമേളിൽ ശക്തി ഉപയോഗിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് കഴിവുള്ള സംഭവമാണ്, അല്ലേ? ചിലപ്പോ നമ്മളെ ചില സുഹൃത്തുക്കൾക്ക് എൻ്റെ മാസങ്ങളോ ചിലപ്പോ വർഷങ്ങളോ തന്നെ മദ്യപിക്കാതിന് ശേഷം ഒരു പ്രഭാതത്തിൽ കേൾക്കാൻ അദ്ദേഹം റിലാപ്സ് ആയി കേൾക്കും, അല്ലെ? നമുക്ക് അത്ഭുതപ്പെടുത്തി കളയും. ഇങ്ങനെ അദ്ദേഹം പുള്ളി ഇങ്ങനെ റിലാപ്സ് ആയി നിൽക്കുന്നു. നമ്മളെല്ലാം മീറ്റിങ്ങിലൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യുന്ന, നന്നായിട്ട് പല ആളുകളുടെയും സഹായിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവുകൾ സഹായിച്ചിട്ടുള്ള ഒരാളായിരിക്കും. ഹൗ ഇറ്റ് ഹാപ്പൻ? അപ്പൊ അവിടെ നമ്മൾ ധരിച്ചു പോകുന്ന എന്താണ് അതിന്റെ റീസൺ? only one reason, he didn't admitted the powerlessness. അതിനകത്ത് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഒരു പക്ഷേ യാത്ര, അതുകൊണ്ടാണ് നമ്മളുടെ ഈ യാത്രയിൽ ഒരുപാട് അംഗങ്ങൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ജ്വാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ അതിനകത്ത് കുറെ പേരെങ്കിലും ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, ഉണ്ടാവില്ല.
ജയിലുണ്ടാവില്ല, ജീവിച്ചിരിപ്പുണ്ടാവും, കുടിക്കുന്നുണ്ടോ വിടുന്നു, അത് ഞാൻ ഇതിനെ കുറിച്ച് പറയാനാണല്ല. പക്ഷെ ആ ഒരു അതല്ല. സോ വി ഹാവ് ടു റിമൈൻഡ് എവരി ഡേ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഓർക്കണം. ആ ഓർക്കണം എന്താണ്? ദൈവമേ, ഇന്നത്തെ ദിവസം എന്റെ മധ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നെ സഹായിക്കണമെന്ന്. ആ ഒറ്റ വാക്കിൽ തന്നെ I am admitting the defeat and I am grateful and I am humble. I have to be humble. ഈ കാര്യങ്ങൾ രാവിലത്തെ ഒരു ചെറിയ നിമിഷം മതി, ഒരു മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു പ്രക്രിയയെ കൂടി നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തിൽ നിന്ന് ഈ ഒന്നാമത്തെ പടി കൊണ്ടുവരാൻ സാധിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിത് മറന്നുപോകും. എന്റെ ശക്തിഹീനത ഞാൻ മറന്നുപോകും. ഒരുപക്ഷെ മദ്യപിക്കണമെന്നുണ്ടാവില്ല, മറ്റു പല കാര്യങ്ങളിലേക്കായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ താറുമാറാക്കി വെക്കും. ഈ മദ്യപാനം മാത്രമല്ലല്ലോ, നമുക്ക് മുൻപോട്ട് പോകുമ്പോ നമുക്ക് എന്താണ് 4ാമത്തെ അല്ലെ 5ാമത്തെ മദ്യപാനം അദ്ദേഹത്തിൽ പറയുന്നുണ്ടല്ലേ, ഞങ്ങളുടെ മദ്യപാനം ഒരു ലക്ഷണം മാത്രമായിരുന്നു എന്ന് പറയുന്നു. പിന്നീടുള്ള കുടുംബത്തിൽ നിന്ന് പറയുന്നു, ആ ചാപ്റ്ററിൽ പറയുന്നു മദ്യപാനം നിർത്തുക എന്നുള്ള ഒരു തുടക്കം മാത്രമെന്ന് പറയുന്നു. വേറൊരു 3 സ്ഥലത്തോട്ട് ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സോ അപ്പൊ പക്ഷെ മദ്യപാനമാണ് അതിന്റെ റൂട്ട് കോസ് എന്നുള്ളത്. അത് ലക്ഷണമാണെങ്കിൽ ആ ലക്ഷണത്തെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതിന് ഒന്നാമത്തെ പടി, അതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പടിയാണ്. ആ പടി കൂടി എന്നാൽ നമുക്ക് അത് ക്ലിയർ ആവാതെ മുമ്പോട്ട് പോകരുത്. അത് പോകാൻ സാധിക്കുമല്ലോ. ഒരുപാട് നാളുകളൊന്നും വേണ്ട, ഒരൊറ്റ ദിവസം 1 മണിക്കൂറെങ്കിലും നല്ലൊരു അംഗത്തോടോ അല്ലെങ്കിൽ ഒരു സ്പോൺസറെ എടുത്തിട്ട് സ്പോൺസറുമായിട്ട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെത്താനും ഒരു പരിധിവരെങ്കിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഡോണ്ട് ഡു ഇറ്റ് അലോൺ. ഒരിക്കലും ഒറ്റയ്ക്ക് പടി ചെയ്യരുത്, ഒരു പടിയും ചെയ്യരുത്. മുന്നോട്ട് നമുക്ക് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളോട് ഒരു സഹയാത്രികനും ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള വലിയ 12 പടികളുടെ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഏതെങ്കിലും മീറ്റിങ്ങുകളിൽ ഞാൻ ഇതേ ഭാഗം തന്നെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളുടെ ഈ അതേ ബുക്കിന്റെ ആ 1ാമത്തെ പടി അവസാനിക്കുന്ന ഭാഗത്ത് അവസാന ഭാഗത്തെ ആ പാരഗ്രാഫിൽ മദ്യപാനാസക്തിയുടെ പ്രകടനത്താൽ ഞങ്ങൾ ഏയിലേക്ക് നയിക്കപ്പെട്ടു. നമ്മളുടെ അവസ്ഥയുടെ മാരകമായ ഫെറ്റൽ പ്രകൃതി ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ മാത്രമാണ് ദൃഢവിശ്വാസത്തിൽ ഞങ്ങൾ തുറന്ന മനസ്സുള്ളവരായും മരണാസന്നനെ പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ തയ്യാറായതും കാരുണ്യരഹിതമായ ഈ ഒഴിയബാധയെ നമ്മിൽ നിന്നും അകറ്റാൻ എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറായി നിങ്ങൾ നിൽക്കുന്നു. എന്ത് ചെയ്യാനും. ഈ വാക്ക് ശ്രദ്ധിക്കണം, കാരുണ്യരഹിതമായ, മെർസിലെസ്. ഒരു കരുണയും കാണിക്കാത്ത സംഭവമാണ് ഈ മദ്യം. നമ്മൾ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചിരുന്നത് ഇതാണ് എന്റെ ജീവിതത്തിലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്റെ കൂടെയുള്ള ഏറ്റവും നല്ല സഹചാരി. ഈ ജീവിതത്തിൽ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഏയിൽ വരുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ സഹായിക്കാൻ, എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരു സാരിയുള്ളൂ, അതൊരു ബോട്ടിൽ മദ്യമാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഈ മദ്യം എന്നുള്ള സംഭവത്തിന്, ഈ വസ്തുവിന് ഇത് കരുണയില്ലാത്തതാണ്. കിൽസ്. കാരുണ്യരഹിതം എന്ന് പറഞ്ഞതാണ് കൊലപാതകം ചെയ്ത് കളയില്ലേ, കത്തിച്ചു കളയും. നമ്മുടെ മാത്രമാണ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒക്കെ ജീവിതം കത്തിച്ചു കളയും. കാരുണ്യരഹിതമാണ്. അത് ഇംഗ്ലീഷിലും ആ വാക്ക് തന്നെ ആയിരിക്കാനും വഴിയുള്ള ഒരു വ്യക്തിയാണ് ആ വാക്ക് മൊത്തം നമുക്ക് നോക്കട്ടെ. ആ വാക്കിന് വളരെ വലിയൊരു പഞ്ചുള്ള വാക്കാണ് അല്ലെ. എന്താണ്? അണ്ടർ ദ ലാഷ് ഓഫ് ആൽക്കഹോളിസം വി ആർ ഡ്രിവൺ ടു ആൻഡ് വി ഡിസ്കവർ ദ ഫാറ്റൽ നേച്ചർ ഓഫ് അവർ സിറ്റുവേഷൻ. ഈ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഐ ആം പവർലെസ്. ആ ഫാറ്റൽ നമ്മുടെ ജീവിതത്തെ കൊത്തിപ്പറിച്ചിരിക്കുന്ന ഈ സംഭവത്തില് ഈ മദ്യത്തിന്റെ മുമ്പിലെ ശക്തിഹീനത അംഗീകരിക്കാൻ then and only then we become an open-minded to conviction and as willing to listen as
the dying can be. We stand ready to do anything which will lift the merciless obsession, merciless, കരുണയില്ലാത്ത ആസക്തി. ആ വാക്കാണ് merciless obsession from us. ഈ എത്ര വലിയ വാചകം ഓർക്കണം. ഇതിനെ നമുക്ക് മനസ്സിലാക്കാനും ഇതിനെ നമുക്ക് സാധിച്ചില്ല. പിന്നെ അതെന്താണ് ആ ഒന്നാമത്തെ പടി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് എന്തിനാ മടിച്ചേക്കണേ? സ്വയം നമ്മൾ ആലോചിച്ചാൽ മതി. എന്റെ ജീവിതത്തിൽ എനിക്കറിയാം കാരുണ്യരഹിതമായ ഒഴിയാബാധ എന്നാണ് മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിൽ merciless obsession, ആസക്തി. ഈ ആസക്തിയെ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ ഐ ആം റെഡി ടു ഗോഡ് പ്ലീസ് ഹെൽപ്പ്, ഒന്നാമത്തെ പടി. ഇത് പറഞ്ഞ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും പിന്നീട് മുമ്പിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴല്ലേ പറയുന്നത് ആങ്കർ എന്റെ പ്രശ്നം, റിസെന്റ്മെന്റ്സ് എന്റെ പ്രശ്നം, ഫിയർ എന്റെ പ്രശ്നം, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലൈംഗികതയില് ഉള്ള പല എന്നോട് ആസക്തി എന്റെ പ്രശ്നം. ഈ പ്രശ്നത്തിനെ എല്ലാം ഇനി നേരിടാനുള്ളതാണെങ്കിൽ ഈ ഒന്നാമത്തെ പടിയുന്ന ഈ ആയുധം തന്നെ നമുക്കുള്ളൂ. സോ ഒന്നാമത്തെ പടിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ട് ഈ 12-on-12 ഈ ഭാഗമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സിറ്റ് വിത്ത് യുവർ സ്പോൺസർ. ഈ ബുക്കിലെ ഈ പേജിന്റെ ഭാഗങ്ങളൊക്കെ കുറച്ചായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിക്കവറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വളരെ വലിയൊരു മഹാസംഭവം ഒന്നുമല്ല. കാരണം എന്റെ ജീവിതമാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെയും ജീവിതമാണ്, എന്റെ മക്കളുടെ ജീവിതമാണ്, എന്റെ അച്ഛന്മാരുടെ അമ്മ, അവരുടെയൊക്കെ സന്തോഷമാണ്, ഭാര്യമാര്, ചിലരുടെ ഭാര്യമാർ കൂടെ ഇല്ല, അവരുടെയൊക്കെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. തീർച്ചയായിട്ടും മാറ്റം വരുത്താൻ പറ്റും. അതിനകത്ത് എന്താ, നമ്മുടെ ഈ ജനുവരി 1 നമ്മുടെ പ്രതിദിന മനങ്ങളിൽ ആ ടൈറ്റിൽ തന്നെ തുടങ്ങുന്നതാണ് ഐ എം എ മിറക്കിൾ. നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഐ എം എ മിറക്കിൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. മലയാളത്തിൽ അതിന്റെ ഞാനൊരു അത്ഭുതമാണെന്നല്ല ആയിരിക്കില്ല. ജനുവരി 1 ഡെയിലി റിഫ്ലക്ഷൻ അങ്ങനെയാണ് പോയി. ഞാനൊരു അത്ഭുതം അല്ലേ? അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സൃഷ്ടാവായ ദൈവം കടന്നു വന്നു എന്ന പരിപൂർണ മതിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും കാതലായ സത്യം. ഒരു കാലത്ത് ഞങ്ങൾക്ക് തനിയെ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം സാധിച്ചു തരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് 3-ാമത്തെ അധ്യായത്തിലുള്ളതായിരിക്കും, അല്ല 25-ാമത്തെ ആണെങ്കിൽ there is a solution എന്നുള്ളതായിരിക്കും. സോ നമ്മളുടെ ജീവിതത്തിൽ സൃഷ്ടാവായ ദൈവം കടന്നു വന്നിരിക്കുന്നു എന്ന പരിപൂർണ ബോധ്യം. സോ ദിസ് ഈസ് സ്റ്റെപ്പ് 1 ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. ഡെയിലി റിഫ്ലക്ഷൻ ജനുവരി 1 ഓപ്പൺ ചെയ്തത് തന്നെ ഇതാണ്. ഫസ്റ്റ് ഡേ ഐ എം എ മിറക്കിൾ. നമുക്ക് പറയാൻ സാധിക്കണം. എന്റെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലും നമ്മുടേതായിട്ടുള്ള ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് വെച്ച് എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും സൃഷ്ടാവായ ദൈവം കടന്നു വന്ന പരിപൂർണ ബോധ്യം. സോ ഇറ്റ്സ് ചെറിയ ബോധ്യമല്ല, absolute certainty that our Creator has entered into our hearts and lives in a way which indeed miraculous. He has commenced to accomplish those things for us which we could never do by ourselves. എപ്പോഴാണ് ഇത് സാധിച്ചത്? I admitted. നല്ല ഒരു ടോപ്പിക് ആയ പോലെ തന്നെ ഒന്നാമത്തെ പടി ഞാൻ എപ്പോഴും നിങ്ങളോട് കേണപേക്ഷിച്ച് പറയാ, ഡോണ്ട് ഫോർഗെറ്റ്. എവരി ഡേ നിങ്ങളുടെ മനസ്സിൽ കൂടി തുടക്കത്തിലെ മിന്നി മറിഞ്ഞു പോകേണ്ട ഒരു സംഭവമാണ്. മേ ബി ടേക്ക് ഓൺലി സെക്കൻഡ്സ്. നിങ്ങളുടെ ജീവിതം അന്നത്തെ ദിവസം നന്നായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ കുറെ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 9 വർഷം 8 വർഷമൊക്കെ ആയിരിക്കുന്ന നമ്മളൊരു ലാഘവത്തോടു കൂടി നമ്മുടെ ദിവസത്തെ ആരംഭിക്കരുത്. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലാണ് പറയാൻ പറ്റുള്ളൂ, ചങ്കി കൈ വെച്ചിട്ട് എന്റെ ജീവിതത്തിലേക്ക് സൃഷ്ടാവായ ദൈവം കടന്നു എന്ന് പറയുന്നത്. ആ കടന്നു വരുന്നത് എവരി ഡേ യു ഹാവ് ടു പ്രാക്ടീസ്. എവരി ഡേ, നോട്ട് വൺസ് ഇൻ എ ഇയർ. എന്റെ ബർത്ത്ഡേയുടെ അന്ന് മാത്രം ഓർത്തിരുന്നിട്ട് കാര്യമില്ല. എവരി ഡേ. ദെൻ ഓൺലി നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ. എനിക്ക്
എന്നെ സമീപിക്കുന്ന ഒരാളുടെ ഞാൻ പ്രാർത്ഥിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നും പ്രാർത്ഥിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എല്ലാവരും പറയുന്നതാണ്. അത് ബുക്കിൽ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാം. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിയുമ്പോൾ തോന്നുക നിങ്ങൾ എവിടെ നോക്കിയാലും പ്രയറിന്റെ കാര്യമുള്ളൂ. എത്ര പ്രയറിനെ കുറിച്ച് പറയുന്നത്? 4ാമത്തെ പടിയിൽ ഇപ്പൊ നമ്മൾ സാധാരണ 3ാമത്തെ പടി 3rd സ്റ്റെപ്പിന് ഒരു പ്രയറുണ്ട്, 7th സ്റ്റെപ്പിന് ഒരു പ്രയറുണ്ട്, 11th സ്റ്റെപ്പിന് ഒരു പ്രയറുണ്ട്. ബിഗ് ബുക്കിൽ ഇത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ്, ഞാൻ പറയുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും എണ്ണി എടുക്കാം, എത്രയോ പ്രയർ എടുക്കാം, എല്ലാ പടികളുണ്ട്. 4th സ്റ്റെപ്പിൽ എനിക്ക് തോന്നുന്നു 4-5 സ്ഥലത്ത് പ്രയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയത്തിന്റെ കാര്യത്തില്ലേ, നമ്മൾ ഭയത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ദൈവത്തോട് അപേക്ഷിച്ചു. ഭയം നമ്മളെ പെട്ടെന്ന് വിട്ടു, സഡൻലി ഡിസപ്പിയേർഡ്. സോ നമ്മൾ പ്രാർത്ഥന ആ തുടക്കം മുതലുള്ള ഒരു ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഉണ്ടായേ പറ്റൂ. ഉള്ള ഫാക്ട് പറയുകയാണ്. നിങ്ങൾ അതിന് എത്ര പേര് അതിനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദർ ഈസ് നോ എക്സംഷൻ. അതേതും, ഇനി അത് റിലീജിയസ് ആയിട്ട് ഇത്തിരി ഞാൻ പറയുകയാണെങ്കിലും, റിലീജിയസ് ആയിട്ട് പോയാൽ പോലും റിലീജിയസ് ആവാതിരിക്കാനും ഇല്ലാത്തൊരു സംഭവമേ ഇല്ല. ഒരു അംഗം റിക്കവറിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവരിൽ റിലീജിയസ് അല്ലെങ്കിൽ പോലും പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ റിലീജിയസ് ആയിട്ട് മാറും. അതാ കണ്ടിട്ടുള്ളത്. അതല്ലാതെ തന്റെ ഇതായിട്ടുള്ള വാദഗതികളിൽ ഇത്രയൊന്നും എന്റെ ആവശ്യമില്ല. അവരുടെ സ്വാതന്ത്ര്യം കൊണ്ട് തന്റെ തന്നെ ഇഷ്ടത്തിലുള്ള ദൈവത്തെ കണ്ടെടുക്കാം. അതുകൊണ്ട് മരത്തിനെ ദൈവമാക്കാം, മേശയെ ദൈവമാക്കാം, ബിഗ് ബുക്കിനെ ദൈവമാക്കാം, സ്പോൺസറെ ദൈവമാക്കാം, ഉണ്ടാക്കിക്കൂടാ. ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് അതിനൊന്നും ദീർഘനാളത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. സോ അതിന് നീട്ടിക്കൊണ്ടു പോകാനിരിക്കുന്നത് സഡൻലി പെട്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന 1ാമത്തെ ജനുവരി 1 റിഫ്ലക്ഷൻ എന്റെ ഹൃദയത്തിലേക്ക് ആ ക്രിയേറ്റർ എന്ന് പറയുന്ന ആരാണ്? സൃഷ്ടാവ് ആരാണ്? എന്തിനാ കൂടുതൽ ചിന്തിക്കണേ? ഒറ്റ വിളിക്ക് കുറച്ചോ ഭഗവാനെ എന്ന് വിളിക്കാൻ എന്തിനാ പഠിക്കണേ? അവരവരുടെ മതത്തിലുള്ള ദൈവത്തെ വിളിക്കാൻ എന്തിനാ പഠിക്കണേ? ദൈവമേ എന്ന് വിളിക്കാൻ എന്തിനാ പഠിക്കണേ? സിമ്പിൾ. ഇറ്റ് ചേഞ്ചസ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവണം. മാറ്റമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സെർമറ്റി പ്രയറിൽ എന്താണ്? കറേജ് ടു ചേഞ്ച്. ഈ പ്രാർത്ഥിച്ച ചേഞ്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ചേഞ്ച് ആവാതിരിക്കുന്നതിന് എന്താർത്ഥമുള്ള? മദ്യപിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ ഇതിനൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അതിലും ഭേദം മാറി നടന്നിട്ട് വല്ലപ്പോഴും പോയി 2 അടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. ജീവിക്കണമെങ്കിൽ then we have to follow some directions. നമ്മുടെ ശുദ്ധമായിട്ടുള്ള വേദാന്ത ഭക്ഷണം, നിഷ്ഠ, അനുഷ്ഠാനങ്ങള്, ഉപാസനകള്, ഇതൊക്കെയാണല്ലോ നമ്മുടെ സാധാരണ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ മതമായിട്ടുള്ള സനാതനധർമ്മം പറയുന്നത്. മറ്റു മതങ്ങൾ ഇതൊക്കെ തന്നെ പറയുന്നത്. ഒരു റിലീജിയണും ഡിഫറെന്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. പല രീതിയിൽ പല ഇതിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. They all are talking about disciplined life. ആ ഡിസിപ്ലിൻഡ് ലൈഫ് ആരംഭിക്കാനായിട്ടുള്ള ഏറ്റവും ആവശ്യമായ ഘടകമാണ് നമ്മൾ ഈ പറയുന്ന 1ാമത്തെ പടി, അഡ്മിറ്റിംഗ് ഡിഫീറ്റ്. സോ അപ്പൊ അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ 20 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് 1ാമത്തെ പടിയുടെ ഭാഗത്ത് വരുന്നപ്പോ ഒരു പരിഹാരമുണ്ടെന്നുള്ളൊരു ഭാഗത്ത് വരണം. അപ്പൊ ഞാൻ ഒരു അംഗമായിട്ട് എന്നെ തന്നെ ഞാൻ തീരുമാനിച്ചു. ആൻഡ് ഐ അഡ്മിറ്റഡ്, യെസ്, ഞാൻ ചേട്ടൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പരിഹാരമുണ്ടെന്നുള്ള ചാപ്റ്ററിനകത്ത് പറയുന്നല്ലേ. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ അനേകാര്യങ്ങൾക്ക് കൂടി ഇതിലും ശോചനീയമായ അവസ്ഥ ഉണ്ടായിരുന്നു. അനേകർക്ക് മദ്യപാനം നിർത്തണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല.
അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ മാർഗത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ളത് ആത്മപരിശോധന, അമിതമായ അഭിമാനബോധം സന്തുലിതമാക്കുക, പോരായ്മകൾ ഏറ്റുപറയുക എന്നിവ ഞങ്ങളിൽ ആർക്കും തന്നെ ഇഷ്ടമല്ല. എന്നാൽ മറ്റുള്ളവരിലോ ഫലമണിയുന്ന ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിന്റെ പ്രത്യാശയില്ലായ്മ നിരർത്ഥകം ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇടവന്നു. അതുകൊണ്ട് തന്നെ മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയവർ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളുടെ മുമ്പിൽ അവർ നിരത്തിയ ആത്മീയ ഉപകരണങ്ങൾ സ്പിരിച്വൽ ടൂൾസ് സ്വീകരിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവ ഞങ്ങൾക്ക് സ്വർഗീയ അനുഭൂതി നൽകി. ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ദുരിതഗതിയിലെത്തിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാതിരുന്ന പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ദുരിതഗതിയിൽ എത്തിച്ചു. സോ പുതിയൊരു ജീവിതം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യാണ്. പുതിയൊരു ജീവിതം. ആ പുതിയൊരു ജീവിതത്തിനെ കുറിച്ച് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചാപ്റ്ററിൽ നല്ലൊരു വാക്ക് നമുക്ക് എഴുതിയിട്ടുണ്ട്. അത് യെസ്, ആ പുതിയൊരു ജീവിതം എന്താണ്? അത് ഈ സത്യസന്ധമായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തപ്പോൾ 62-ാമത്തെ പേജിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള 62-ാമത്തെ പേജിൽ നമ്മളൊരു പുതിയൊരു ജീവിതം എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആത്മാർത്ഥമായി അത്തൊരു നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ, അഥവാ അഡ്മിറ്റഡ്, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ പരാജയം സമ്മതിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്റെ സ്വേച്ഛയിൽ ജീവിക്കത്തില്ല, ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതം എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ എല്ലാ തരത്തിലുള്ള ഗണനീയമായ കാര്യങ്ങളും അതിനെ പിന്തുടർന്ന് വന്നെത്തി. നമ്പർ 1 എന്തൊക്കെയാണ്? ഞങ്ങൾക്കൊരു പുതിയ യജമാനനുണ്ടായി. ഇത്രയും നാള് ഞാനായിരുന്നു എന്റെ യജമാനൻ, ഞാനായിരുന്നു ദൈവം, ഞാനായിരുന്നു ഡയറക്ടർ. എല്ലാത്തിൽ നിന്നും മാറ്റിയിട്ട് പുതിയ യജമാനന്റെ അദ്ദേഹത്തോട് സമീപർത്തിയിരിക്കുക, അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിവർത്തിക്കുന്നത് ദൈവഹിതത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. ഓരോ ദിവസവും ഞാൻ രാവിലെ നമ്മുടെ പ്രാർത്ഥന ജീവിക്കുന്നത് ഇന്നത്തെ ദിവസം അവിടുത്തെ ഹിതം പോലെ എന്നെ ജീവിപ്പിക്കണം എന്നല്ല നമ്മുടെ 3-ാമത്തെ പടിയുടെ പ്രയറൊക്കെ പറയുന്നത്. എല്ലാ പ്രയറും അവിടുത്തെ ഹിതം, ഇനി എന്റെ ഹിതത്തിനൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജോലി, അതാണ് ജോലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. യുസി, എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നല്ല പറയുന്നത്, എന്റെ എനിക്ക് ആവശ്യമുള്ളത് സർവശക്തനായ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. എന്റെ ആഗ്രഹങ്ങളല്ല പറയുന്നത്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും രണ്ടാണ്. ഞാൻ എന്റെ ഒരു കാര്യം നടക്കണമെന്നറിയാം. എന്താ നടക്കാത്ത? എന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അട്ടർ ഫൂളിഷ്നെസ്. ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ആഹാരത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഭാര്യ കൂടെ ഉണ്ട്, ഓക്കെ. അല്ലെങ്കിൽ കേസ് കണക്ക്, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? എന്റെ ഒരു കാറ് വാങ്ങണമെന്നിട്ട് ഉദ്ദേശിച്ചിട്ട് കാണുന്നില്ല, ഒരു പഴയ സ്കൂട്ടറിൽ തന്നെ കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് സ്കൂട്ടറെങ്കിലും ഉണ്ടല്ലോ. നടന്നു വരുന്ന എത്രയോ ഏങ്ങളുണ്ട്, അല്ലെങ്കിൽ സൈക്കിളിൽ വരുന്നവരുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ കാണാനായിട്ട് ഈ പ്രോഗ്രാം നമ്മളെ പഠിപ്പിക്കും. കാരണം ഇന്ന് എന്റെ കയ്യിലുള്ളതിനെ കുറിച്ച് ഒരു കൃതജ്ഞതയുടെ ഒരു ഭാവം നമ്മളുണ്ടാവും. അതുകൊണ്ടാണ് 1-ാമത്തെ പടിയിൽ ചില വ്യക്തികളോടെങ്കിലും ചില എന്താണ് ഒരു ഇതുപോലെയുള്ള ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാത്ത ചില ആളുകളോട് സ്പോൺസേഴ്സ് പറഞ്ഞു കൊടുക്കും, നീ നിന്റെ കൃതജ്ഞതയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റെപ്പ് 1 സാധാരണ 1, 2, 3 പടികൾ ഒരു ആക്ഷൻ സ്റ്റെപ്പ് അല്ല. പക്ഷെ ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു ആക്ഷനായിട്ട് ഒന്ന് എഴുതാൻ പറയും, കടലാസിലൊന്ന് എഴുതാൻ പറയും. എന്താ നിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഒന്ന് എഴുതുക. എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ, നിന്റെ കയ്യിൽ എന്തുണ്ട്, നിന്റെ കയ്യിൽ എന്തില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ജോലി ഇപ്പൊ ഉണ്ടോ? ആ ജോലി പോയിട്ടില്ല, ഓക്കെ. അച്ഛനും അമ്മയും ഉണ്ട്, ഓക്കെ. അവരുമായിട്ട് എങ്ങനെയാ? വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമുണ്ടെങ്കിലും അത് തിരുത്താനായിട്ട് ഞാൻ സന്നദ്ധമാണ്. നീ ജീവിച്ചിരിക്കുന്നതിന് നിന്റെ കഴിവുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഇത്രയും വെള്ളമൊക്കെ അടിച്ചു കിടന്നിട്ട് അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. എന്റെ കഴിവുകൊണ്ടല്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. എന്റെ കഴുത്തിന്റെ മുകളിൽ നിന്ന് തല സ്വസ്ഥമായിട്ടിരിക്കുന്നു, കൈയും കാലിനും വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. സോ ആര് നിന്നെ കാത്തുരക്ഷിച്ചു ഈ കാലങ്ങളിൽ?
അത് വലിയൊരു മാറ്റമാണ് മനസ്സിലുണ്ടാക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ ഗ്രാറ്റുവിറ്റി ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇല്ലാത്തതിനെ കുറിച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ പെട്ടെന്ന് നമുക്ക് സഡൻലി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മൈ ഗോഡ്, എന്തിന് ഞാൻ ഈ പരാതിപ്പെട്ട് ജീവിക്കണം, എന്തായാലും ഇപ്പോഴും ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. ആ കൃതജ്ഞതയുടെ ഭാവം ഒന്നാമത്തെ പടി പോലെ തുടങ്ങണം. അത്തൊരു നിലവാരം ഉറച്ചു വന്നപ്പോൾ ഞങ്ങളുടെ തന്നെ നിസ്സാരങ്ങളായ പ്ലാനുകളിലും കളമൊരുക്കുകളിലും സാവധാനത്തിൽ താല്പര്യം കുറഞ്ഞവരായി തീർന്നു. 4ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് സമാധാനം കഴിയുമെന്ന് നോക്കുന്നത് ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി തീർന്നു. 5, ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങൾ അറിഞ്ഞപ്പോൾ, മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ. 6, ജീവിതത്തെ വിജയകരമായി നേരിടാവുന്ന ബോധവാന്മാരായി തീർന്നപ്പോൾ. ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. 7, ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന ബോധവാന്മാരെ തീർന്നപ്പോൾ. എപ്പോൾ? ഐ അഡ്മിറ്റഡ് ഡിഫീറ്റ്. സിമ്പിൾ. ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടിനെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇതിനെ തമാശയായിട്ട് കാണരുത്. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. സോ നമുക്കിനി നമ്മുടെ വഴിത്തിരിവിന്റെ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഈ രീതിയിലുള്ളൊരു ബോധപൂർവം നമ്മൾ ഈ പ്രോഗ്രാമിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കുകയും നമ്മുടെ ഈ മനുഷ്യനാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തകൾ ചിന്തിക്കുന്നതിന് ഒരു ഇതില്ല. എല്ലാ മനുഷ്യർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവനവന്റെ ചിന്ത അവനവന്റെയാണ്, സ്വന്തമാണ്. പക്ഷെ ആ ചിന്തകളെ നമ്മൾ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളുടെ ഇംഗ്ലീഷിലൊരു പറയാറുണ്ട്, വി ഡോണ്ട് ഹാവ് എ ഡ്രിങ്കിങ് പ്രോബ്ലം, വി ഹാവ് എ തിങ്കിങ് പ്രോബ്ലം. ചിന്തിക്കുന്നതാണ് നമ്മൾ പ്രശ്നം. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കാട് കയറി അതിനെ എന്റർടൈൻ ചെയ്ത് അത് വിദ്വേഷത്തിലേക്കും പകയിലേക്കും ലൈംഗികമായിട്ടുള്ള ചിന്തകളിലേക്കും എല്ലാം കടം കഴിഞ്ഞ് കഴിയുമ്പോൾ വേഗപ്പാണെങ്കിൽ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഒന്നുകൊണ്ട് മൊബൈൽ എന്നുള്ളത് ഇതായല്ലോ മനുഷ്യ ജീവിതത്തിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്കാർക്കാണ് കൂടുതൽ അഡിക്ഷൻ. എനിക്ക് തോന്നുന്നു ഇത്ര അഡിക്ഷൻ ഉള്ള ഒരു രാജ്യം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ മൊബൈൽ വിൽക്കപ്പെടുന്ന ഒരു രാജ്യം ഇന്ന് ഇന്ത്യയാണ്. എവിടെ ചെന്നാലും പണ്ടൊക്കെ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ തിക്കും തിരക്കും, ഡോക്ടറെ നമ്പർ വരാത്തതുകൊണ്ടുള്ള പരാതി ഇതൊന്നുമില്ല. എല്ലാം ശാന്തമായിട്ടിരുന്ന മൊബൈലും കുത്തി. ചില പ്രായമായ അമ്മച്ചിമാർ പോലും മൊബൈലിൽ ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കും. സമയമാകുമ്പോൾ വിളിച്ചു കഴിയുമ്പോൾ പോയി ഡോക്ടറെ കണ്ട് ഇറങ്ങിപ്പോയി സമാധാനമായിട്ട് പോകും. ട്രെയിനിലാണെങ്കിൽ തന്നെ ഫ്ലൈറ്റ്, ചില ആളുകൾ ഫ്ലൈറ്റിൽ എടുത്തു കഴിഞ്ഞാലും വേണമെങ്കിൽ മൊബൈലിൽ അന്നേരം പിടിച്ച് ചെല്ലുക. അപ്പൊ എയർ ഹോസ്റ്റസ് ഒക്കെ വന്നിട്ട് വഴക്ക് പറഞ്ഞാലൊക്കെ ചിലർ ഓഫ് ചെയ്യത്തുള്ളൂ. എന്ത് ആവശ്യം ഒന്നും അറിയത്തില്ല. ചിലപ്പോ ചിരി വരും. മനുഷ്യന്റെ ചിന്തകൾ ഇതില്ലാതെ ഒരു തന്നോട് തന്നെ ഒരു അഡിക്ഷനായിട്ട് ആസക്തി നമ്മൾ മുമ്പ് പറഞ്ഞില്ല, ആസക്തിയിൽ നിന്ന് മാറണമെങ്കിൽ ഐ ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ദിസ് ഇസ് എ ഫൂളിഷ് ഒബ്സഷൻ. അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് ഒരു കാര്യം നമ്മളോട് പറയാൻ ബിഗ് ബുക്ക് പറയുന്നതാണ്, അർദ്ധ മനസ്സോട് കൂടിയിട്ടുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും തേടിത്തുന്നില്ല. അർദ്ധ മനസ്സോട് കൂടിയിട്ടുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടിത്തന്നില്ല. സോ വി ഹാവ് ടു ബി, അതാണ് ഈ 100% അർത്ഥം. കുറച്ച് വെച്ചുകൊണ്ട് കുറച്ച് അഡ്മിറ്റ് ചെയ്ത് കുറച്ചൊക്കെ എന്റേതായിട്ടുള്ളത്, നോ, ഇറ്റ് വിൽ നോട്ട്. 100% ഞങ്ങൾ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. വി സ്റ്റുഡ് അറ്റ് ദ ടേണിംഗ് പോയിന്റ്. ഒന്നാമത്തെ പടിയാണത്. വി സ്റ്റുഡ് അറ്റ് ദ ടേണിംഗ് പോയിന്റ്. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണയ്ക്കും സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിച്ചു. എന്തുവാ ഇത് പറയുന്നത്? ഇവിടെ യാചിക്കാനാണ് പറയുന്നത്. വി ബെഗ്. യാചിച്ചു. ഞാനിപ്പോ പറഞ്ഞത് എന്നോട് സ്പോൺസർ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ദ ബിഗ് ബുക്ക് സേസ് വി ബെഗ്. ഇംഗ്ലീഷിലത് half measures availed us nothing. We stood at the turning point. We asked, ഞങ്ങൾ അപേക്ഷിച്ചു, his protection and care with a complete abundance, full, complete abundance. കുറച്ച് abundance അല്ല, എല്ലാം ത്യജിച്ച്. എല്ലാം ത്യജിക്കുക എന്ന് പറയുന്നത്
എന്നിലുള്ള എന്റേതായിട്ടുള്ള ആശയങ്ങളും എന്റെ അറിവിനെയും എന്റെ വിദ്യാഭ്യാസത്തിന്റെയും പരമായിട്ടുള്ള ഇന്റലിജന്റ് ആണെന്നുള്ള ആ വലിയ ബോധ്യത്തെയും എന്നിലുള്ള ഈഗോ ടോട്ടലി ഐ റിമൂവ്. അവിടെ മുതലാണ് എന്റെ റിക്കവറി ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് നമ്മളോട് ഈ 12 പടികൾ പറഞ്ഞിരിക്കുന്നത്. 12 പടികൾ. ഈ എല്ലാം ത്യജിച്ച് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് ബിഗ് ബുക്കിൽ ഒരു ഇംഗ്ലീഷിൽ ബിഗ് ബുക്ക് വെക്കുകയാണെങ്കിൽ മൂന്ന് സ്ഥലത്ത് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളം ബിഗ് ബുക്കിൽ അത് കാരണം 199 പേജിൽ ഇംഗ്ലീഷിലുണ്ട്, 171 പേജിൽ മലയാളം ബുക്കിലും കൊടുത്തിട്ടുണ്ട്. 171 വന്നു കഴിഞ്ഞാൽ എല്ലാം ത്യജിക്കാനായിട്ട് നമ്മളോട് പറയുന്ന ആ ഭാഗം ഈ പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ അഥവാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീക്ഷണം എന്നുള്ള ആ ഭാഗത്ത് അവർ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതാണ്. ഈ ബിഗ് ബുക്കിന്റെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നുള്ളത് 171 പേജാണ്. അതിനകത്ത് 103 പേജാണ് പടികളെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 171 പേജിൽ 70 മുതൽ തുടങ്ങുന്ന ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിനായി നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുക. അബണ്ടൻ, ഉപേക്ഷിക്കുക. ദൈവത്തോട്, നിങ്ങളുടെ ആളോട് നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ നാശനഷ്ടങ്ങൾ മറന്നു കളയുക. നിങ്ങൾ കണ്ടെത്തുന്ന മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുകയും ഞങ്ങളോടുകൂടെ ഒത്തുചേരുകയും ചെയ്യുക. ആത്മീയമായ കൂട്ടായ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സന്തുഷ്ടിയുടെ ഭാഗതയത്തിലുള്ള നിങ്ങളുടെ പ്രയാണപഥത്തിൽ വെച്ച് ഞങ്ങളിൽ ചിലരെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. 1939 എഴുതി വെച്ചാണിത്. ഇന്നും ഇത് വാസ്തവമാണ്. അതല്ലാതെ വേറൊരു നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിനായി നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുക. അബണ്ടൻ. ഇനി ആ പുതിയൊരു ജീവിതത്തിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കി ജീവിക്കരുത്. പുറകിലേക്കുള്ള എന്റെ ജീവിതത്തിലെ എന്റെ സ്വഭാവത്തിലുള്ള ജീവിത രീതിയിൽ കൂടി നമ്മൾ ഫോളോ ചെയ്യരുത്. ഇത് അടുത്ത ദിവസം ഇന്നലെ ഞാൻ പറ്റിയെത്തണം, നമ്മുടെ ഗ്രൂപ്പിലുണ്ടോന്ന് അറിയത്തില്ല. അദ്ദേഹമായിട്ട് പുള്ളി കുറച്ചുകളായിട്ട് ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പുള്ളി ഒത്തിരി താല്പര്യമുണ്ട്. പുള്ളി ആയിട്ട് ബിഗ് ബുക്കിലെ സ്റ്റോറി സെക്ഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. അതിനകത്ത് വായിച്ചു വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ബിഗ് ബുക്കിൽ ഇതേ വാക്ക് വീണ്ടും വരുന്നത്. അദ്ദേഹം പറയുന്നതെന്നാണ്, അദ്ദേഹം ബിഗ് ബുക്കിൽ വായിച്ച കാര്യത്തിന് അദ്ദേഹം വീണ്ടും എടുത്തിട്ട് ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അബണ്ടൻ യുവർ സെൽഫ് ടു ഗോഡ് ആൻഡ് ആസ് യു അണ്ടർസ്റ്റാൻഡ് ഗോഡ്, അഡ്മിറ്റ് യുവർ ഫോൾസ് ടു ഹിം ആൻഡ് യുവർ ഫെലോസ്, ക്ലിയർ അവേ ദ wreckage of your past, give freely of what you find and join us. സോ ഈ അബണ്ടൻ എന്നുള്ള പ്രക്രിയ 3ാമത്തെ പ്രാവശ്യം ബിഗ് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനിയും ഒരു പക്ഷെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം എല്ലാ സ്റ്റോറിയും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ ജീവിതത്തിൽ ഈ ബിഗ് ബുക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റോള് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. 12 പടികളെ നമുക്ക് ഫോളോ ചെയ്താലും മാത്രമാണ് നമുക്ക് റിക്കവറി കൂടിയുള്ള ആ പ്രൊസീജിയർ കൂടി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് ഇപ്പോൾ ഏകദേശം എന്തൊക്കെ ആയില്ല, എന്തൊക്കെ മദ്യത്തിൽ നിന്നുള്ള കുടിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ, ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ചിന്തകളെ കടിഞ്ഞാണുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ, റെഗുലർ ആയിട്ടുള്ള സ്പോൺസറുമായിട്ടുള്ള ബന്ധപ്പെടല്, അല്ലാതെ റെഗുലർ മീറ്റിംഗ് മാത്രം ചെയ്തു പോകരുത്. ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. ഞാൻ റെഗുലർ ആയിട്ട് മീറ്റിംഗ് ജ്വാലയിൽ ഇന്നും ഞാൻ മീറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മീറ്റിംഗ് ഒരു ഭാഗം മാത്രമാണ്, നമ്മുടെ റിക്കവറി പ്രൊസീജിയറിന്റെ ഒരു ഭാഗം മാത്രമാണ്. സോ ഇതിനെക്കുറിച്ച് കാരണം ഇതിനു മുമ്പ് ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ പൂർവികരായിട്ടുള്ള ഫൗണ്ടിങ് ഫാദേഴ്സ് മുതൽ അവരുടെ എല്ലാം മെസ്സേജ് എന്താണ്? they practiced these principles. ബിൽ വിൽസൺ ഈ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ബിസിനസ്സിലേക്ക് പുള്ളി പോയിട്ടില്ല. പുള്ളിയുടെ ഫുൾ ടൈം അദ്ദേഹത്തിന് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു. വേറെ കുറച്ച് കൺസൾട്ടൻസി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തീവ്രമായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് പോയില്ല. ഡോക്ടർ ബോബ് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് അദ്ദേഹം നിർത്തി. ഒരു ആശുപത്രിയിലും പിന്നെ ജോലിയില്ല. പുള്ളിയുടെ ഫുൾ ടൈം എക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. അതാണ് 15 വർഷത്തെ സോബറേറ്റ് ആണ്. അല്ലാണ്ട് 5000 പേർക്ക് മെസ്സേജ് കൊടുത്തു. 5000 പേർക്ക് മെസ്സേജ് കൊടുത്തു മാത്രമല്ല, പലർക്കും ട്രീറ്റ്മെന്റും കൊടുത്തു.
5,000 അദ്ദേഹത്തിൽ കൂടി റിക്കവറിയിൽ വന്ന ആളുകളാണ്. എങ്ങനെ സാധിച്ചത്? ബിക്കോസ് ദേ പ്രാക്ടീസ് ദീസ് പ്രിൻസിപ്പിൾസ്. അവരെല്ലാവരും പടികൾ പ്രാക്ടീസ് ചെയ്തു. നമുക്കൊക്കെ സാധിക്കുന്ന കാര്യങ്ങളുള്ളൂ. അതിനുശേഷമുള്ള മൂന്നാമത് ഒരാളുണ്ടായതും അവരൊക്കെ ഇത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് ഒരു ചരിത്ര സമൂഹമായിട്ട് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതത്തിൽ ഒരു അത്ഭുതങ്ങളാണ് നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഈ പടികളെ പ്രാക്ടീസ് ചെയ്യണം. അതിനൊരു ഇതില്ല. നമ്മുടേതായിട്ടുള്ള എന്നെ പൂർണ്ണമായിട്ടും ഞാൻ ദൈവത്തിലേക്ക് ആ വഴിയിലേക്ക് തിരിച്ചുവിടുക. ഹിയർ വി സ്റ്റുഡ് അറ്റ് എ ടേണിംഗ് പോയിന്റ്. യു ഹാവ് ടു കംപ്ലീറ്റ്ലി അബൻഡൻ. എന്റെ കഴിഞ്ഞ കാലത്തിലെ ഭൂതകാലത്തിലെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കണം. അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയ മദ്യപാന കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത്. പലപ്പോഴും തോന്നും അത് മദ്യപാനം നിർത്തി വല്ലപ്പോഴും ഇടയ്ക്ക് നമ്മളെ പഴയ കുറ്റികളെയൊക്കെ പോയി ഒന്ന് കണ്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? അതിനകത്തൊക്കെ എത്ര നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഇങ്ങനെയൊക്കെ വിഘാതമായിട്ടൊക്കെ ജീവിച്ചിട്ടുള്ളവർക്ക് ഒക്കെ ദേ പെയ്ഡ് ദ പ്രൈസ്. റിക്കവറിയിലൊക്കെ ജീവിച്ചവരുണ്ടാവും. മനുഷ്യനാണ്, ചിന്തകളും ഇതൊക്കെ വരും. ഓരോ ചിലപ്പോൾ പെട്ടെന്നൊക്കെ എനിക്കൊക്കെ അറിയും. എന്റെ ഒരുപാട് ഞാൻ ഡിസ്റ്റർബായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട ചിലപ്പോൾ വീട്ടിലൊക്കെ ആയിരുമ്പോൾ ഞാൻ അന്നേരം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പല ഏതെങ്കിലും കുട്ടികളെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ തോന്നും. അന്നേരം ഒരു ഇത് കിട്ടുന്ന ഒരു പ്രതികാരം പോലെ. എന്ത് പ്രതികാരം? അഗൈൻ ഉപേക്ഷിച്ചിരുന്ന സാധനത്തിനെ വീണ്ടും എടുത്ത് അടുപ്പിച്ച് പിന്നെ അതിന്റെ കോളിഞ്ഞോട് വരും തലവേദന പിടിക്കും. പണ്ടാരടക്കാൻ ഉപേക്ഷിച്ചാർന്നതിനെ എന്തിനാ ഇപ്പൊ യൂസ് ചെയ്യും? ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും. ചില ആളുകൾക്ക് ഒരു ഇതുണ്ട്, ചിലപ്പോ മനസ്സിനൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഷോപ്പിംഗ് ഫോബിയ എന്നൊക്കെ പറയുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടിക്കളയും. ഒരാവശ്യമില്ലാത്ത കയ്യിൽ കാശുള്ളവർ, ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചില ആളുകളുടെ ഒരു ഇല്ലാത്തൊരു ഇതുണ്ട്. ചില സമയത്ത് കുറെ കഴിയുമ്പോഴായിരിക്കും. എനിക്ക് കുറച്ചുകളുണ്ടായിരുന്നു. എന്റെ കയ്യിൽ കുറെ കഴിഞ്ഞപ്പോ കയ്യിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പൈസയൊക്കെ ബാലൻസ് വരാൻ തുടങ്ങിയല്ലോ. മുമ്പ് ബാലൻസ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോ അതും ഇതൊക്കെ മേടിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോഴൊക്കെ നോക്കുമ്പോഴാണ് മേടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോഴാണ് ഇതെന്നാ മേടിച്ചെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. ഒരു വലിയൊരു പർച്ചേസ് നടത്തിയെന്നല്ല, എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിട്ടുള്ള വഴികളിലേക്ക് പോകും. ഇൻ റിക്കവറി വി വിൽ നോട്ട് ഡ്രിങ്ക്. നമ്മൾ കുടിച്ചില്ല, പക്ഷെ അത് ഇറ്റ്സ് എ വേ, ഇതാണ്. അത് നമ്മളെ വീണ്ടും പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് മദ്യത്തിലേക്ക് തന്നെ പോകേണ്ട വരും. സോ ഡോണ്ട് ഡു ഇറ്റ്. അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടർ ഡിഫക്ട്സ് പലർക്കും അറിയാവുന്നതാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിലർക്ക് എന്താ പറയുന്ന മാസ്റ്റർബേഷൻ ഒരു പ്രശ്നമുള്ളവരുണ്ട്. കല്യാണം കഴിച്ച ആളാണ്, ഭാര്യയുണ്ട്, പക്ഷെ പ്രശ്നം മാസ്റ്റർബേറ്റ്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് ടോട്ടലി അൺനാച്ചുറൽ അല്ലേ? അത് അൺനാച്ചുറൽ ആയിട്ടുള്ളതല്ലേ? കല്യാണം കഴിച്ച ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയായിട്ട് ലൈംഗിക ബന്ധത്തിലോ, അല്ലാതെ അൺനാച്ചുറൽ സെക്സിലോ ചിലർക്ക് ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അത് ഇമ്പോസിബിൾ. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. യു ഹാവ് ടു ലീവ് ഇറ്റ്. വാട്ട് ദ ഓൺലി സൊല്യൂഷൻ എന്ന് ഐ ഹാവ് ടു അഡ്മിറ്റ്. ഒരു സ്പോൺസർ വേണ്ടി തുറന്നു പറയും, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, പ്ലീസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഐ ഹാവ് എ പ്രോബ്ലം. അതിൽ നിന്ന് റിലീസ് കിട്ടുകയും ഉറപ്പായിട്ടും കിട്ടും. ഏത് പ്രശ്നത്തിനും പരിഹാരം ഇതാണ്. സോ സ്റ്റെപ്പ് 1 ആണ് ഇതിന്റെ ഏക പരിഹാരം. അത് നമ്മുടെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ 6-7 പടികളിലൊക്കെ ഈ സ്റ്റെപ്പ് 1ന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ ഇതായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ റിക്കവറിക്ക് അനുസരിച്ച് നമ്മൾ എത്രയോ മുമ്പോട്ട് പോയാലും സ്റ്റെപ്പ് 1 നമുക്ക് എവരി ഡേ ഇറ്റ് റിമൈൻഡ്സ് മീ ഐ എം എൻ ആൽക്കഹോളിക്. ഇറ്റ് റിമൈൻഡ്സ് മീ I am powerless over alcohol. Not only powerless on alcohol, many things. പല കാര്യങ്ങളിലും ഞാൻ ശക്തിഹീനാണെന്ന് മനസ്സിലാവും. And my life is unmanageable. But I can make it manageable if I practice these principles. ഇതിനെല്ലാം മാനേജബിൾ ആക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സോ ഇത് ചെറിയ ഇതായിട്ട് കാണരുത്. ലാഘവത്തോടെ എടുക്കരുത് ഈ പടിയെ. ഒരു പടി എടുക്കരുത്. മറ്റേ പടികൾ എല്ലാം നന്നായിട്ട് പോകണമെങ്കിൽ ഒന്നാമത്തെ പടി we have to make sure, yes,
ഞാൻ പറഞ്ഞ ചിന്തകൾ വരും, പ്രവർത്തികളിലും പോകും. ചില തെറ്റായിട്ടുള്ള പ്രവൃത്തികളിൽ പോകും. ചിലപ്പോൾ ചിലരായിട്ട് ചീത്ത പറഞ്ഞു വരും, ചിലരോട് വിദ്വേഷം ഉണ്ടാകും, ചിലർ അടിപിടി ഉണ്ടാവും, ഭാര്യയെ പിടിച്ച് ചീത്ത പറഞ്ഞു ചിലപ്പോൾ അടികൊട്ടിന്ന് വരും, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പല തെറ്റായിട്ട് പുറത്തു. ഡസന്റ് മാറ്റർ, അഡ്മിറ്റ്. ഒളിച്ചു വെച്ചിട്ട് ജീവിക്കരുത്. ഇനി അങ്ങോട്ട് ഒളിച്ചു വെച്ചിട്ടുള്ള അതിനാണ് നമുക്കൊരു റെസ്പോൺസ് ഉണ്ട്. ഇഫ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ടോക്ക് ടു ഹിം. ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ആഗ്രഹിച്ചിട്ടോ ആഗ്രഹിക്കാതെ, വാട്ട് എവർ ഐ ഡിഡ് ഇറ്റ്, ഐ കമ്മിറ്റഡ്. സോ ഡസന്റ് മാറ്റർ. ഈ നിമിഷം മുതൽ യു ക്യാൻ ചേഞ്ച്. അതല്ലേ നമ്മുടെ സ്പോൺസർ പറഞ്ഞിരുന്നത്, ടേക്ക് എ ഡിസിഷൻ, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ്. എന്റെ മുമ്പിൽ നീ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ബട്ട് യു ടോക്ക് ടു യുവർ ഗോഡ്. എന്റെ ദൈവമായിട്ട് സംസാരിക്കുക. ഗോഡ്, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഐ വാസ് പവർലെസ്. ദൈവത്തിനറിയാം നമ്മുടെ ബലഹീനതകളെ, അറിയാം ദൈവത്തിന്. ഓരോരുത്തരും ഒരു ബുക്കിൽ പറയുന്നില്ലേ, അജ്ഞേയവാദികളായ ഞങ്ങൾ, നമ്മുടെ മലയാളത്തിൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആ ചാപ്റ്റർ പറയുന്നില്ലേ, ദൈവത്തെ തേടുന്നവരോട് ദൈവം നിബന്ധനകളൊന്നും വെക്കുന്നില്ല. നമ്മൾ ആൽക്കഹോളിക്സിനെ സംബന്ധിച്ചുള്ള ഇതിനേക്കാൾ വലിയൊരു ന്യൂസ് എന്താ വേണ്ടേ? ഇതിനേക്കാൾ വലിയൊരു അറിവ് എന്താ നമുക്ക് തരുന്ന ഈ പുസ്തകം? ദൈവത്തെ തേടുക. സോ ഈ വളരെ ലളിതമായിട്ടുള്ള കൂടി നമുക്ക് വളരെ ജോയ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സന്തോഷം. നമുക്ക് ഏറ്റവും വലിയ കാര്യം, നമുക്ക് മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് വലുതാണ്. നമുക്കൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഐ എം ആൻ ആൽക്കഹോളിക്, ഐ എം സോബർ ടുഡേ. അത്ര മാത്രം പറഞ്ഞു നിർന്നാൽ പോരല്ലോ. ഐ ഹാവ് ടു ഹെൽപ്പ് എ സഫറിങ് ആൽക്കഹോളിക്. സഫർ ചെയ്തിരിക്കുന്ന ഒരു ആൽക്കഹോളിക്കിനെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. എങ്കിൽ മാത്രമല്ല നമ്മുടെ ജീവിതം അതിന്റെ ഉദ്ദേശം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ട് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ദെയർസ് എ പ്ലാൻ. ആ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഇനി നമുക്ക് മദ്യത്തെക്കുറിച്ചുള്ള, ഈ രീതിയിൽ ജീവിച്ചു വന്ന ഒരാൾക്ക് മദ്യത്തെക്കുറിച്ചുള്ള ആവശ്യം പോലും തോന്നത്തില്ല. കാരണം ഹീ സ്റ്റാർട്ട് എൻജോയിങ് ദ ട്രൂ പ്ലഷർ. ശരിയായിട്ടുള്ള സുഖം എന്താണെന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. മറ്റത് തെറ്റായിട്ടുള്ള ഒരു മിഥ്യാധാരണയായിരുന്നു, മദ്യം എനിക്ക് എല്ലാത്തിനും സുഖം തരിക എന്നുള്ളത്. നോ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ നമുക്ക് എല്ലാവർക്കും മദ്യം തന്നെയാണ്. സോ ഒന്നാമത്തെ പടിയെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. ഒന്നാമത്തെ പടിയിലെ കുറിച്ചുള്ള എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരവരുടെ അനുഭവങ്ങൾ സംസാരിച്ചാൽ നല്ലതായിരിക്കും. എന്തെങ്കിലും ചോദ്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് അറിയാവുന്നതാണ് ഞാൻ പറയാം. കഴിയുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കായിരിക്കും എനിക്ക് സന്തോഷം. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഞാൻ പറയുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ മീറ്റിംഗ് നന്നായിട്ട് നടന്നു പോകുന്നതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്കിത് പ്രയോജനപ്പെടുന്നുണ്ട്.